1975-ൽ കേരളത്തിലെ 93% കുട്ടികളും പോഷകക്കുറവ് അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചോറും കപ്പയും പോലുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുകയും ശരീരത്തിന് ഏറ്റവും ആവശ്യമായ പാൽ ഡയറ്റിലില്ലാതിരുന്നതും അന്ന് കുട്ടികളുടെ വളർച്ചയെ സാരമായി ബാധിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റാലുടൻ ചൂട് ചായയോ കാപ്പിയോ കുടിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ 1980-കൾക്ക് മുൻപ് കേരളത്തിൽ പാൽ എന്ന് പറയുന്നത് ഒരു വലിയ ആഡംബരമായിരുന്നു. അന്ന് നമുക്ക് ആവശ്യമായ പാൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അയൽ സംസ്ഥാനങ്ങളെ ആയിരുന്നു നമ്മൾ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പാലിന്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തരാണ്. മാത്രമല്ല, കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ച ഒരു കമ്പനിയുണ്ട്, മിൽമ. തുടക്കകാലത്ത്, അതായത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ആൻഡ് മിൽക്ക് മാർക്കറ്റിംഗ് ബോർഡിന്റെ കാലത്ത് കുപ്പിയിലാക്കിയ പാൽ മുൻകൂട്ടി കൂപ്പൺ കൊടുത്താൽ മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. ഈ രീതി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കി. കണക്കുകളിലെ പൊരുത്തക്കേടുകളും ഗ്ലാസ് കുപ്പികൾ പൊട്ടിപ്പോകുന്നതും കാരണം സർക്കാരിന് വലിയ നഷ്ടമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് എസ് നാഗരാജൻ എന്ന IAS ഉദ്യോഗസ്ഥൻ ഈ ബോർഡിന്റെ തലപ്പത്ത് വരുന്നത്. അദ്ദേഹം പഴയ കൂപ്പൺ സിസ്റ്റം എടുത്തുകളഞ്ഞു. പകരം നേരിട്ട് പണം കൊടുത്ത് പാൽ വാങ്ങുന്ന രീതി കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനമായി, ഭാരമുള്ള ഗ്ലാസ് കുപ്പികൾക്ക് പകരം ഇന്ത്യയിൽ തന്നെ ആദ്യമായി പോളിത്തീൻ കവറുകളിൽ പാൽ വിതരണം ചെയ്യാൻ തുടങ്ങി. എന്നാൽ പാൽ സംഭരണം അപ്പോഴും ഒരു പ്രതിസന്ധിയായിരുന്നു. ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയൊട്ടാകെ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ ധവള വിപ്ലവം നടക്കുന്ന സമയമായിരുന്നു അത്. ആദ്യം ഡോക്ടർ കുര്യന് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ താൽപര്യമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ തൊഴിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന ക്ഷീര കർഷകന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയൊരു ജീപ്പ് റാലി നടത്തി. കർഷകരുടെ അവസ്ഥ സർക്കാരിനെ ബോധ്യപ്പെടുത്തി. തുടർന്ന് അന്ന് മന്ത്രിയായിരുന്ന KR ഗൌരിയമ്മ നേരിട്ട് ഗുജറാത്തിൽ പോയി ഡോക്ടർ കുര്യനുമായി ചർച്ചകൾ നടത്തിയതിന്റെ ഫലമാണ് ആനന്ദ് പാറ്റേൺ എന്ന സഹകരണ മാതൃക കേരളത്തിലെത്തിയത്. ഇങ്ങനെയാണ് 1980-ൽ മിൽമ ജനിക്കുന്നത്. മിൽക്ക്, മദർ എന്നീ 2 വാക്കുകൾ ചേർത്താണ് മിൽമ എന്ന പേര് തന്നെ ഉണ്ടായത്. ഗ്രാമങ്ങളിലെ സഹകരണ സംഘങ്ങൾ, മേഖലാ യൂണിയനുകൾ, സംസ്ഥാനതലത്തിലുള്ള ഫെഡറേഷൻ എന്നിങ്ങനെ 3 തട്ടുകളുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണിത്. വമ്പൻ കോർപ്പറേറ്റുകളും ഇടനിലക്കാരും കർഷകരെ ചൂഷണം ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ലാഭത്തിന്റെ 92.5% കർഷകർക്ക് തന്നെ തിരികെ നൽകുന്ന ഒരു അവിശ്വസനീയമായ ബിസിനസ് മോഡലാണ് മിൽമയുടേത്. 1983-ൽ വെറും 45,000 കർഷകരുമായി തുടങ്ങിയ മിൽമ 2025-2026 സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള പ്രതിദിനം 12.5 ലക്ഷം ലിറ്റർ പാൽ സംഭരിക്കുന്ന വമ്പൻ ശൃംഖലയായി മാറി. വാർഷിക വിറ്റുവരവ് ഇപ്പോൾ 4,624 കോടി രൂപയാണ്. എന്നാൽ ഇത്രയും വലിയ വിജയക്കുതിപ്പിൽ നിൽക്കുമ്പോഴാണ് 2023-ൽ മിൽമയ്ക്ക് അപ്രതീക്ഷിതമായി ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. പതിറ്റാണ്ടുകളായി തകർക്കാൻ കഴിയാത്ത മിൽമയുടെ കോട്ടയിലേക്ക് മറ്റൊരു സംസ്ഥാനത്തെ അതികായനായ ഒരു ബ്രാൻഡ് കടന്നുകയറി. അക്ഷരാർത്ഥത്തിൽ അതൊരു മിൽക്ക് വാർ തന്നെയായിരുന്നു. കേരളത്തിലെ കടയുടമകൾക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ 5 ഇരട്ടി കമ്മീഷനാണ് അവർ വാഗ്ദാനം ചെയ്തത്. അങ്ങനെ വന്നാൽ കേരളത്തിലെ പാൽ വിപണി ഒറ്റയടിക്ക് മിൽമയുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. ആ എതിരാളി ആരായിരുന്നു? ഈ വലിയ പ്രതിസന്ധിയെ മിൽമ എങ്ങനെയാണ് മറികടന്നത്? അത് പറയുന്നതിനു മുൻപ് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. ഉത്തരം ഞാൻ കൃത്യം 60 സെക്കൻഡിനുള്ളിൽ പറയാം. കർണാടക സർക്കാരിന്റെ പിന്തുണയുള്ള നന്ദിനി എന്ന ബ്രാൻഡായിരുന്നു ആ എതിരാളി. കർണാടക സർക്കാരിന്റെ സബ്സിഡി ഉള്ളതുകൊണ്ട് നന്ദിനിക്ക് വളരെ കുറഞ്ഞ വിലയിൽ കേരളത്തിൽ പാൽ വിൽക്കാൻ കഴിഞ്ഞു. മിൽമ കടയുടമകൾക്ക് 1 ലിറ്ററിന് 1.74 രൂപയാണ് കമ്മീഷൻ നൽകിയത്. നന്ദിനി 9 രൂപ വരെയാണ് കമ്മീഷൻ വാഗ്ദാനം ചെയ്തത്. ഇതുകൂടാതെ മിൽമയ്ക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനുകളും നടന്നു. പക്ഷേ മറ്റ് കമ്പനികൾ പണവും വിലക്കുറവും വെച്ച് മത്സരിച്ചപ്പോൾ മിൽമ പ്രയോഗിച്ചത് അവരുടെ ഏറ്റവും വലിയ ആയുധമാണ്: ജനങ്ങളുടെ വിശ്വാസവും വൈകാരിക ബന്ധവും. മലയാളികൾക്ക് മിൽമ വെറുമൊരു പാക്കറ്റ് പാലല്ല, അതൊരു വികാരമാണ്. പഴയകാല ദൂരദർശൻ പരസ്യങ്ങൾ മുതൽ ഇന്നും മലയാളികളുടെ മനസ്സിൽ മിൽമയ്ക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. റീപൊസിഷനിംഗ് മിൽമ 2023 എന്ന ക്യാമ്പയിനിലൂടെ അവർ പാക്കേജിംഗ് കൂടുതൽ ആകർഷകമാക്കി ഒരു പുതിയ മുഖം നൽകി. കമ്മീഷൻ കുറവായിരുന്നിട്ടും ജനങ്ങളുടെ ബ്രാൻഡ് ലോയൽറ്റി കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ പോലും മിൽമയുടെ വിൽപ്പന കൂടുകയാണുണ്ടായത്. പ്രതിദിന വിൽപ്പന 16 ലക്ഷം ലിറ്ററിന് മുകളിലെത്തി.
കോവിഡ് സമയത്ത് ഹോട്ടലുകൾ അടച്ചുപൂട്ടിയപ്പോൾ ഉപയോഗശൂന്യമായ 1,80,000 ലിറ്റർ പാൽ അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പാൽപ്പൊടിയാക്കി മാറ്റി കർഷകരെ സംരക്ഷിച്ച ചരിത്രവും മിൽമയ്ക്കുണ്ട്. ഇനി ഭാവി മുന്നിൽ കണ്ട് വിഷൻ 2030 എന്ന പുതിയ ലക്ഷ്യത്തിലേക്ക് മിൽമ കുതിക്കുകയാണ്. ഈ പതിറ്റാണ്ടിന്റെ അവസാനത്തോടെ 10,000 കോടി രൂപയുടെ വിറ്റുവരവാണ് അവർ ലക്ഷ്യമിടുന്നത്. കേവലം പാൽ വിൽപ്പനയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഉയർന്ന ലാഭം കിട്ടുന്ന ഉൽപ്പന്നങ്ങളായ ഐസ്ക്രീം, നെയ്യ് എന്നിവയ്ക്ക് പുറമെ ആയുർവേദ ഗുണങ്ങളുള്ള ഗോൾഡൻ മിൽക്ക്, കുട്ടികൾക്കായുള്ള കാഷ്യൂ വിറ്റ്, ചക്ക ഉപയോഗിച്ചുള്ള മിൽക്കി ജാക്ക് തുടങ്ങിയ പുതിയ പ്രീമിയം ഉൽപ്പന്നങ്ങളും വിപണിയിലിറക്കി കഴിഞ്ഞു. കൂടാതെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ 90 ദിവസം വരെ കേടുകൂടാതെയിരിക്കുന്ന UHT പാലും വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. മിൽമ കേവലം ഒരു ബിസിനസ് മാത്രമല്ല. ഉദാഹരണത്തിന് വിധു രാജീവ് എന്ന ക്ഷീര കർഷകയുടെ കാര്യം തന്നെ എടുക്കാം. 50 പശുക്കളുള്ള അവരുടെ ഫാമിൽ നിന്ന് ഒരു വർഷം 1,00,000 ലിറ്റർ പാലാണ് അവർ ഉൽപ്പാദിപ്പിച്ചത്. അതിലൂടെ അവർക്ക് ലഭിച്ച വാർഷിക വരുമാനം 50 ലക്ഷം രൂപയാണ്. വെറും പാലിൽ നിന്ന് മാത്രമല്ല, ചാണകം പോലുള്ള ഉപ ഉൽപ്പന്നങ്ങൾ വിറ്റും അവർ മികച്ച വരുമാനമുണ്ടാക്കുന്നു. മിൽമയുടെ സാങ്കേതിക സഹായങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്തരം വലിയ ഫാമുകൾ നടത്താൻ ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വളരെ എളുപ്പമാണ്. മിൽമ അവരുടെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് കുതിക്കുമ്പോൾ ഈ ആഴ്ചത്തെ പ്രധാന ബിസിനസ് വാർത്തകൾ ഇനി നോക്കാം. ആദ്യമായി, ഹൈ റെസല്യൂഷൻ തെർമൽ ഇമേജിംഗ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായ സാറ്റ്ലിയോ ലാബ്സ് പുതിയതായി $2.2 മില്യൺ ഫണ്ടിംഗ് സ്വന്തമാക്കിയിരിക്കുന്നു. താപനില കൃത്യമായി അളക്കാൻ കഴിയുന്ന ഇവരുടെ പുതിയ ഉപഗ്രഹങ്ങൾ ഭൂമിയിലെ വർദ്ധിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്നതിലും ദുരന്ത നിവാരണത്തിലും പ്രതിരോധ മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. രണ്ടാമതായി, സങ്കീർണമായ ഹാർഡ്വെയർ വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിക്കുന്ന ബാംഗ്ലൂരു ആസ്ഥാനമായ H2 ലൂപ്പ് എന്ന ടെക് സ്റ്റാർട്ടപ്പ് $2 മില്യൺ നിക്ഷേപം നേടി. ഡ്രോണുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, മറ്റു റോബോട്ടിക് സിസ്റ്റങ്ങൾ എന്നിവയുടെ നിർമ്മാണം കൂടുതൽ വേഗത്തിലാക്കാനും കോഡിംഗിലെ പിഴവുകൾ ഇല്ലാതാക്കാനും ഇവരുടെ പുതിയ AI സഹായിക്കും. അവസാനമായി, ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഓപ്പൺ എഫക്സ് എന്ന ഫിൻടെക് സ്റ്റാർട്ടപ്പാണ്. ഒറ്റയടിക്ക് $94 മില്യൺ ഇവർ സ്വന്തമാക്കിയത്. ഇനി നിങ്ങളുടെ ഊരമാണ്. ഈ പുതിയ സ്റ്റാർട്ടപ്പുകളിലൊന്നിൽ 1,00,000 രൂപ നിക്ഷേപിക്കാൻ നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ ഇതിലേത് കമ്പനിയിലായിരിക്കും നിങ്ങൾ നിക്ഷേപിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും അവയെല്ലാം വായിക്കുന്നതാണ്.